ബംഗളൂരുവിൽ വിദ്യാർത്ഥിനിയായ കോട്ടയം സ്വദേശിനി ബലാത്സംഗത്തിനിരയായ കേസ്. പഠനത്തിനിടെ പാർട്ടിയുമായി ജോലി നോക്കുന്ന കഫേയിലെ സഹപ്രവർത്തകരുടെ താമസസ്ഥലത്ത് വെച്ചായിരുന്നു അതിക്രമം. പെൺകുട്ടിയോട് അതിക്രമം നടത്തിയ സുൽത്താൻ ബത്തേരി സ്വദേശി ഹൈനസ് ഒളിവിലാണ്. 9 ദിവസം മുമ്പായിരുന്നു സംഭവമെങ്കിലും പോലീസ് ആദ്യം പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല. പ്രതിയുടെ ദൃശ്യങ്ങളും പെൺകുട്ടിയുടെ പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട്. ഈ മാസം 11 നടന്ന സംഭവമാണ് ടോം. ഇതിൽ ഏറെ വൈകിയാണ് നടപടികളിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി. ഈ പെൺകുട്ടി അവിടെ ഒരു മോമോസ് ഷോപ്പിൽ പാർട്ട് ടൈമായി ജോലിക്ക് ചെയ്യുകയായിരുന്നു. ഇത് നടത്തിപ്പുകാർ അതുൽ ഘോഷ് എന്നീ 2 പേരാണ്. ഇവർ ഈ ഷോപ്പ് വിൽക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഒരു ഇടനിലക്കാരനാണ് ഈ സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഹൈനസ് എത്തുന്നത്. ഒരു പിറന്നാൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഈ യുവാക്കൾ താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഈ പെൺകുട്ടിയും പോയിരുന്നു. ഈ ഭക്ഷണം എടുക്കാനായി 2 പേർ അതിലും ഘോഷം പുറത്തു പോയപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം ഹൈനസ് നടത്തിയത്. തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പെൺകുട്ടി പരാതി നൽകി. മടിവാള പോലീസിലാണ് പരാതി നൽകിയത്. പക്ഷേ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. അന്ന് തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് ഈ പെൺകുട്ടിയെ ഹൈനസ് ഭീഷണിപ്പെടുത്തിയതായും ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. തുടർന്ന് DCPക്ക് പരാതി നൽകി. DCP ആണ് ഇതിൽ തുടരാൻ കൃത്യമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന് നിർദ്ദേശം നൽകിയത്. അങ്ങനെയാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യമായ നടപടികളിലേക്ക് കടന്നിട്ടില്ല. ഹൈനസ് എവിടെ എന്നുള്ളത് ഹൈനസിനെ ഇതുവരെ പൊക്കാൻ ബാംഗ്ലൂർ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന്. അതിനും അപ്പുറത്തേക്ക് ഈ പെൺകുട്ടിയുടെ വൈദ്യ പരിശോധന അടക്കം 6 ദിവസം കഴിഞ്ഞാണ് നടത്തുന്നത് എന്നുള്ളത്. അതായത് തുടക്കത്തിൽ ഇതിലൊരു കേസിലൊരു ഒത്തുതീർപ്പിന് വേണ്ടിയുള്ള ശ്രമമാണ് ഈ മടിവാള പോലീസ് നടത്തിയത്. മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ പെൺകുട്ടിയെ ഹൈനസ്, ഈ സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഹൈനസ് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നുള്ളതാണ് ഈ പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അതീവ ഗുരുതരമായ സംഭവമാണ്. പാർട്ട് ടൈമായാണ് ഈ പെൺകുട്ടി, കോട്ടയം സ്വദേശിനെയാണ് ഈ പെൺകുട്ടി ജോലി ചെയ്യുന്നത്. ഇതിനിടയിലാണ് ഇങ്ങനെ ലൈംഗികമായ ഒരു അതിക്രമത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ടോം, തീർച്ചയായും ശ്രീജിത്ത്, ഈ ഹൈനസിനെതിരെ മാത്രമാണ് പരാതിയുള്ളത്, അതോ ഒരു കൂട്ടബലാത്സംഗമായിരുന്നോ? ടോം, ഇതിൽ കൂട്ടബലാത്സംഗം എന്ന പരാതിയില്ല. ഹൈനസിനെതിരെയാണ് പരാതി ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്നത്. കാരണം മറ്റ് 2 പേരും ഭക്ഷണം എടുക്കാനായി, ഈ പിറന്നാൾ പാർട്ടിയുടെ ഭാഗമായുള്ള ഭക്ഷണം എടുക്കുന്നതിന് വേണ്ടി പുറത്തു പോയതായിരുന്നു. അത് പോയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു സമയത്തിനിടയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് 2 പേർക്കും ഇതിൽ പങ്ക് ഇല്ല എന്നുള്ള വിവരമാണ് നിലവിൽ എന്തായാലും ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴിയിൽ. കാരണം ഇതൊരു ആസൂത്രണമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായി ഈ പെൺകുട്ടി മാധ്യമങ്ങളോടടക്കം പ്രതികരിച്ചിട്ടുണ്ട്. അതിലടക്കം വ്യക്തമാക്കിയതായിട്ടുള്ള വിവരങ്ങൾ ഇല്ല എന്തായാലും നമുക്ക്. അതുകൊണ്ട് തന്നെ ഹൈനസ് ആണ് ഇതിന് പിന്നിൽ. ഹൈനസ് ഈ കട വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഇടനിലയിലേക്ക് എത്തിയ ആളാണ്. പക്ഷേ അപ്രതീക്ഷിതമായി ഈ പരിപാടിക്കിടെ ഈ പെൺകുട്ടിയും ഹൈനസും മാത്രം ആ വീട്ടിൽ ആകുന്ന സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് മറ്റ് 2 പേരും ഇതിന്റെ ഭാഗമായുള്ള ഭക്ഷണം എടുക്കാനായി പുറത്തേക്ക് പോയതായിരുന്നു. ആ സമയത്താണ് ഈ അതിക്രമം ഉണ്ടായത് എന്നുള്ളതാണ് പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. ഞെട്ടിക്കുന്നത് ബാംഗ്ലൂർ പോലീസാണ്. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ പെൺകുട്ടിക്ക് എന്തുതരം സാഹചര്യമാണെങ്കിലും അങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ വൈദ്യപരിശോധന, തുടർ നടപടികളൊക്കെ എടുക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെയുള്ള നടപടികളിലേക്കൊന്നും തയ്യാറായില്ല പോലീസ്. മാത്രമല്ല ഒത്തുതീർപ്പിന് എന്തുകൊണ്ടാണ് പോലീസ് അങ്ങനെ ഒരു ഈ കേസിൽ ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നത്? വലിയ സ്വാധീനമുള്ള വ്യക്തിയാണോ, മറ്റു രാഷ്ട്രീയ ബന്ധമുള്ള വ്യക്തിയാണോ ഈ ഹൈനസ്? അതോ കുറേ നാളുകളായി ഹൈനസ് ഈ ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണോ? എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ ഒത്തുതീർപ്പിന് ശ്രമിക്കാനും കേസ് അട്ടിമറിക്കാനും നീക്കം നടത്തുന്നതെന്നാണ് ഈ യുവതി ആരോപിക്കുന്നത്? സ്വാഭാവികമായി ഇതിന് പിന്നിൽ സ്വാധീനങ്ങളുണ്ട് എന്നുള്ള സംശയമാണ് ഏറ്റവും പ്രധാനം. 2 പണത്തിന്റെ സ്വാധീനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾക്കുണ്ടായ സാഹചര്യം മാത്രമേ അവർക്ക് വെളിപ്പെടുത്താൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ട് എന്നുള്ളത് തീർച്ചയായും ഉന്നത പരിശോധനയിലൂടെ വ്യക്തമാകേണ്ട കാര്യമാണ്. കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായി, പോലീസിൽ പരാതി കൊടുക്കുന്നു, പക്ഷെ അത് നടപടി ഉണ്ടാകുന്നില്ല. ഒടുവിൽ അതിന്റെ ഉന്നതതല ഓഫീസർമാരെ, DCPയെ തന്നെ പോയി കാണേണ്ടി വന്നു എന്നുള്ളതാണ് പോലീസിന് ഒന്ന് വിരലടക്കാൻ. അതായത് ഈ പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ ഹൈനസിന് സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിന്റെ കാരണം
സാമ്പത്തികമാണോ, ഉന്നത സ്വാധീനമാണോ, ഇക്കാര്യങ്ങളെല്ലാം ഇനിയും വ്യക്തമായി പുറത്തു വരേണ്ടതാണ്. എന്തായാലും നിലവിൽ പോലീസിൽ പരാതി കൊടുത്തു, 6 ദിവസം കഴിഞ്ഞ് കേസെടുത്തു. പക്ഷേ ഇതുവരെ ഇയാളെ പിടിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അതിലേക്ക് നീങ്ങാനുള്ള ശ്രമവും ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാക്കും. എന്തായാലും അവൾ ഒരു അതിക്രമത്തിനിരയാകുന്നു. ഈ പ്രതികൾ ഒരു കാരണവശാലും ഈ പ്രതിയെ വെറുതെ വിടാൻ അവർ സമ്മതിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പോലീസ് എത്ര കളിച്ചാലും, പോലീസിൽ അങ്ങനെ ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചാലും തീർച്ചയായും കോടതിയെ വരെ ഈ പെൺകുട്ടി എങ്ങനെയാണ് ബംഗളൂരു എത്തിയത്? വിദ്യാർത്ഥി, അതായത് പഠനത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര നാളായിട്ട് അവിടെ ഉണ്ട്? ഈ കഫേയിൽ എത്ര നാളായി പ്രവർത്തിക്കുന്നുണ്ട്? അതോടൊപ്പം ഈ കഫേ അധികൃതരോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി അറിയിച്ചിരുന്നോ? അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? ടോം, ഇത്തരം വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, പ്രത്യേകിച്ച് ബാംഗ്ലൂരാണ്, അവിടെ കേരളത്തിലുള്ള ഒരു വിഷയം അല്ല എന്നുള്ളൊരു പരിമിതി ഈ സംഭവത്തിലുണ്ട്. ഈ പെൺകുട്ടി പറയുന്ന വിവരങ്ങളാണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അതിൽ ആ പെൺകുട്ടി പരിപൂർണമായി ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഒരു പരാതി നൽകിയിട്ട് നടപടിയെടുത്തില്ല, ഇയാൾ ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളാണ്. ടോം, യെസ് ശ്രീത്ത്, നമുക്കറിയാം ഈ പെൺകുട്ടി ഇപ്പം കോട്ടയത്താണോ ഉള്ളത് അതോ ബംഗളൂരുവിലാണോ? സാധാരണ ബംഗളൂരു പോലീസ്, അതായത് നമ്മുടെ കേരള പോലീസ് പോലെയല്ല, മറ്റ് സംസ്ഥാനങ്ങളിലെ സാഹചര്യം വ്യത്യസ്തമാണ്. പക്ഷേ ഇവിടെ മലയാളികൾ ഇരകളായിട്ടുള്ള പല കേസുകളിലും കേരളത്തിലെ പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസ് UDF ഗവൺമെൻറ്റാണ്, കർണാടകയിലും കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. ഇവിടുത്തെ ജനപ്രതിനിധികളുമായി ബന്ധപ്പെടുന്നുണ്ടോ? ആ രീതിയിലൊരു നിയമ പോരാട്ടം നടത്തുന്നുണ്ടോ? മറ്റു പല കേസുകളിലും, അതായത് ഈ പോലീസ് പക്ഷാപാതപരമായി പെരുമാറുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നീതി ഉറപ്പാക്കുന്നില്ലെങ്കിൽ, ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വഴി അത് കർണാടക ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുമ്പോൾ അത്തരമൊരു നീതി ഉറപ്പാക്കാനുള്ള ഇടപെടലുകളൊക്കെ സാധാരണ ഉണ്ടാകാറുണ്ട്. അത്തരമൊരു നീക്കം യുവതിയുടെ ഭാഗത്തു നിന്നുണ്ടോ? അതായത് കേരളത്തിലും പരാതി നൽകിയിട്ടുണ്ടോ അതോ കർണാടകയിൽ തന്നെ നിയമപോരാട്ടമായി മുന്നോട്ട് പോകാനാണോ യുവതിയുടെ നീക്കം, തീരുമാനം? ടോം, ഇപ്പോഴെന്തായാലും അത് തന്നെയാണ് യുവതി പറയുന്നത്. യുവതി ഈ കർണാടകയിലാണുള്ളത്, ബാംഗ്ലൂരിലാണുള്ളത്. ഇത് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു വിവരവും വാർത്തയുമാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് ഇല്ലെങ്കിൽ ആ പെൺകുട്ടി കേരള സർക്കാരിനെ സമീപിക്കുമെന്നോ കർണാടക സർക്കാരിനെ സമീപിക്കുമോ എന്നോ അല്ല ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇനി അത്തരം ആലോചനകൾ ഉണ്ടാകുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് ആ പെൺകുട്ടി. ഇതൊരു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും ഒരു ഇരയായിട്ടും പ്രതികരണം തന്നെ നടത്താൻ ധൈര്യപൂർവ്വം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ കോട്ടയത്തല്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ഇതിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ബാംഗ്ലൂരാണ്. അവിടെ പഠിക്കുന്നു, അവിടെ ഇതിന് പഠിക്കുന്ന സമയം മുതൽ തന്നെ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. യെസ്, വ്യക്തമാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പ്രത്യേകിച്ചും കർണാടകയിൽ പഴയൊരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കാരണം നിരവധി മലയാളികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന ഒരു പ്രധാനപ്പെട്ട നഗരമാണ്. പക്ഷെ പണ്ട് മുതൽ, അതായത് നേഴ്സിംഗ്, MBA, മറ്റു ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ പോകുമ്പോൾ പണ്ടൊരു സുരക്ഷിതത്വം ഉണ്ടായി. പക്ഷെ ഇന്ന് കർണാടകയിലെയും ബംഗളൂരുവിലൊക്കെ സാഹചര്യം വ്യത്യസ്തമാണ്. ഇതുപോലുള്ള രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ പെൺകുട്ടികൾ തനിച്ചാണെങ്കിൽ ശ്രദ്ധിക്കണം. ഇതുപോലെ പാർട്ട് ടൈം ജോലികൾക്കൊക്കെ ആണെങ്കിലും സുരക്ഷിതമായ സ്ഥലത്താണെന്ന് അവർ ജോലി ചെയ്യുന്നതെന്ന് ഉറപ്പാക്കണം. സ്വന്തം സഹപ്രവർത്തകരിൽ നിന്ന് പോലും ലൈംഗിക ചൂഷണം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ബംഗളൂരുവിൽ ഈ കോട്ടയം സ്വദേശിനിയായ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ ദുരനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.